Good morning. Today we can see what is underwriting. Underwriting എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് ഗ്യാരണ്ടി ബൈ എൻ ഓർഗനൈസേഷൻ ഫോർ ദ സെയിൽ ഓഫ് സർട്ടൻ മിനിമം എമൗണ്ട് ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ എ പബ്ലിക് കമ്പനി. അതായത് ഇത് കമ്പനിയും ഒരു ഒരു അണ്ടർ റൈറ്റേഴ്സും തമ്മിലുള്ളൊരു എഗ്രിമെൻ്റാണ്. അതായത് ഈ എഗ്രിമെൻറ്റിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതായത് ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് എൻറ്റേർഡ് ഇൻ ടു ബിഫോർ ഷെയർസ് ആർ bought by the public that in the event of public not taking up the whole of them, the underwriter will take an allotment of such part of the shares as the public has not applied for. അതായത് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പബ്ലിക്കിനാണല്ലോ ഇതാക്കുന്നത്. അപ്പോൾ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കി വരുന്ന ഷെയർസ് ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അണ്ടർ റൈറ്റേഴ്സ് കൊടുക്കുന്നൊരു വാഗ്ദാനമാണത്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ കമ്പനീസ് ആക്ടിൽ പറയുന്നതാണ് വെൻ എ പേഴ്സൺ അഗ്രീസ് ടു ടേക്ക് അപ്പ് ഷെയർസ് സ്പെസിഫൈഡ് ഇൻ ദി അണ്ടർ റൈറ്റിംഗ് അഗ്രിമെൻറ്റ് when the public or others have failed to subscribe for them, it is called underwriting agreement. അപ്പോൾ ഇങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത്, ഇങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ദ അണ്ടർ റൈറ്റർ ഹൂ ഗ്യാരണ്ടീസ് ഫോർ ദ സെയിൽ ഓഫ് ഷെയർസ് ഇസ് ഗിവൺ എ കമ്മീഷൻ. ആ കമ്മീഷൻ പറയുന്ന പേരാണ് അണ്ടർ റൈറ്റിംഗ് commission. Okay, but when the public to whom the shares of issue fails to subscribe, it is the underwriter who has to subscribe up to the limit he has agreed. Later on, when the market improves, he may offload the shares by selling them to the public. അപ്പോൾ ഈ അണ്ടർ റൈറ്റർ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഹി മേക്സ് എ പ്രോമിസ് ടു ഗെറ്റ് ദ അണ്ടർ റിട്ടൺ ഇഷ്യൂ സബ്സ്ക്രൈബ്ഡ് either by him or by അതേഴ്സ്. മനസ്സിലായോ അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്? ഇപ്പോൾ കമ്പനീൻ്റെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഫെയിലാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഴുവനായിട്ട് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അണ്ടർ റൈറ്റേഴ്സ് പറയുകയാണ് എന്ത്, അവരൊരു എഗ്രിമെൻറ്റിൽ എത്ര ഷെയർസ് ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എഗ്രിമെൻറ്റിനെയാണ് അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ നോക്കാൻ പോണത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ അണ്ടർ റൈറ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വെൻ എ കമ്പനി ഗോസ് ഇൻ ഫോർ എൻ ഇനീഷ്യൽ പബ്ലിക് ഓഫർ, it may face certain uncertainty about whether its offer of shares or other securities will be subscribed in full or not. നമുക്ക് പറയാൻ പറ്റില്ല. ഇനീഷ്യൽ പബ്ലിക് ഓഫർ ആവുന്ന സമയത്ത് കമ്പനിക്കൊരു റെപ്യൂട്ടേഷനോ ഒന്നുമില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, അവർ ആദ്യമായിട്ടാണ് പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് മുഴുവൻ പബ്ലിക് ഏറ്റെടുക്കുമോ ഇല്ല എന്നൊക്കെ ഉള്ള ആ ഒരു സമയത്താണ് ഇതിൻ്റെ റെലവൻസ് വരുന്നത്. ഓക്കെ. അപ്പോൾ ആസ് പെർ സെബി ഗൈഡ് ലൈൻസ് it is required that if the company is not able to collect 90% of the offer amount, then it needs to compulsorily return the money to those who have subscribed the shares. Okay, and causing lot of issue expenses to go waste. So this certainly could be avoided by the help of a specialized group of risk redeemers called അണ്ടർ റൈറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിൻ്റെ സമയത്ത് 90%, അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് സെബി ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് 90% ഓഫ് ഇഷ്യൂ പ്രൈസ് കിട്ടണം എന്നുള്ളതാണ്. അതായത് 1 crore ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ 90 lakh സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും മിനിമം സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ലെങ്കിൽ, മിനിമം സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിലേക്ക് കടക്കാൻ പറ്റില്ല. നമ്മൾ പഠിച്ചല്ലോ പ്രൊസീജിയർ ഫോർ അലോട്ട്മെൻറ്റിൽ. അപ്പോൾ ആ ഒരവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അണ്ടർ റൈറ്റിംഗ് അഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ അണ്ടർ റൈറ്റിംഗ് അഗ്രിമെൻറ്റിന് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് പറയുന്ന പേരാണ്, അതായത് വെറുതെ ഏറ്റെടുക്കൂലല്ലോ, അങ്ങനെ ഒരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കില്ലല്ലോ, അവർക്ക് എന്ത് കൊടുക്കണം, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ഉണ്ട്. അപ്പോൾ ഈ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 40 subsection 6, a company may pay commission to any person in connection with subscription to its securities subject to such conditions as may be prescribed in Rule 13 of Companies Rules 2014.
which are as follows. അതായത് എങ്ങനെയൊക്കെയാണ് ഈ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ നോക്കാം നമുക്ക്. എ കമ്പനി മേ പേ കമ്മീഷൻ ടു എനി പേഴ്സൺ ഇൻ കണക്ഷൻ വിത്ത് സബ്സ്ക്രിപ്ഷൻ or procurement of subscription to its securities, whether absolute or conditional, subject to the following conditions. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ്, the payment of such commission shall be authorized in the company's ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അതായത് ഏതിൽ ഓതറൈസ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്, ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യണം. അതായത് കമ്പനീസ് ആക്ട് 2013 പ്രൊവൈഡ്സ് ദാറ്റ് പേയ്മെൻറ്റ് ഓഫ് കമ്മീഷൻ ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ദെൻ മാക്സിമം എമൗണ്ട് ഒക്കെ എങ്ങനെയാണ് നോക്കാം. ദ കമ്മീഷൻ മേ ബി പെയ്ഡ് ഔട്ട് ഓഫ് പ്രൊസീഡ്സ് ഓഫ് ദ ഇഷ്യൂ ഓർ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി ഓർ ബോത്ത്. അതായത് ഈ സോഴ്സസ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്ന ഒന്നുകിൽ ഏതിൽ നിന്ന് എടുക്കാം എന്നാണ് പറയുന്നത്, ഇറ്റ് ക്യാൻ ബി മെറ്റ് ഔട്ട് ഓഫ് ദി പ്രൊസീഡ്സ് ഓഫ് ഇഷ്യൂ, അല്ലെങ്കിൽ കമ്പനീൻ്റെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് നിന്ന് എടുക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ എടുത്തിട്ട് കമ്മീഷൻ പേ ചെയ്യാം. ഓക്കെ, ഇനി ദ റേറ്റ് ഓഫ് കമ്മീഷൻ പെയ്ഡ് അല്ലെങ്കിൽ അഗ്രീഡ് ടു ബി പെയ്ഡ് ഷാൽ നോട്ട് എക്സീഡ് 5% ഓഫ് ദ പ്രൈസ് അറ്റ് വിച്ച് ഷെയർസ് ആർ ഇഷ്യൂഡ് or a rate authorized by the article whichever is less. അപ്പോൾ ഷെയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഏതിൽ കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്, 5% ഓഫ് ദി പ്രൈസ് ഓഫ് ദി ഷെയർസ് ഇഷ്യൂഡ്. അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൽ ഒരു റേറ്റ് പറയുന്നുണ്ടാവും. ഈ രണ്ടെണ്ണം കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏതാണോ കുറവ് ആ എമൗണ്ടാണ് കമ്മീഷനായിട്ട് കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഇങ്ങനെ ഇഷ്യൂ ചെയ്തിട്ട് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയുള്ളൊരു അണ്ടർ റൈറ്റിംഗ് ഓഫ് ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ ആ റേറ്റ് ഓഫ് കമ്മീഷൻ, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷാൽ നോട്ട് എക്സീഡ് 2.5% of the price at which shares are issued or the rate specified by the articles whichever is less. ഷെയറിൻ്റെ കേസിലാണെങ്കിൽ 5% ഓഫ് ദ ഇഷ്യൂ പ്രൈസ് ഓർ ദ റേറ്റ് സ്പെസിഫൈഡ് ബൈ ആർട്ടിക്കിൾ വിച്ച് എവർ ഇസ് ലെസ്. ഡിബഞ്ചറിൻ്റെ കേസിലാണെങ്കിൽ അറ്റ് 5%-ന് പകരം 2.5% ഓർ ദ റേറ്റ് സ്പെസിഫൈഡ് ബൈ ആർട്ടിക്കിൾസ് വിച്ച് എവർ ഇസ് ലെസ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് വേറെ പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അനദർ കണ്ടീഷൻ ഇസ് ദ പ്രോസ്പെക്ടസ് ഓഫ് ദ കമ്പനി ഷാൽ ഡിസ്ക്ലോസ് ദ നെയിം ഓഫ് ദ അണ്ടർ റൈറ്റേഴ്സ്, the rate and the amount of commission payable to underwriter, a number of securities which is to be underwritten or subscribed by the underwriter absolutely or conditionally. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒന്ന് പറയുന്നത് ആരാണ് അണ്ടർ റൈറ്റേഴ്സ്, അവരുടെ നെയിം വേണം. ദ റേറ്റ് ഓഫ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ വേണം. Then number of securities which is to be underwritten or subscribed by the underwriter absolutely or conditionally. അതായത് രണ്ട് തരത്തിലുണ്ടാവും. ചിലപ്പം എന്ത് തന്നെ വന്നാലും ഞങ്ങൾ ഇത്ര ഷെയർസ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുള്ളൊരിതുണ്ടാവും. അല്ലെങ്കിൽ കണ്ടീഷൻ ആയിരിക്കും. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് പബ്ലിക് ഇസ് നോട്ട് സബ്സ്ക്രൈബ്ഡ് വി വിൽ അണ്ടർടേക്ക് ദ ബാലൻസ് ഷെയർസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ ഒന്നുകിൽ ആബ്സല്യൂട്ട് ഓർ കണ്ടീഷണൽ ആയിരിക്കാം. അങ്ങനെ എത്രയാണോ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് അവർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് വേണം പ്രോസ്പെക്ടസിൽ. പിന്നെ ദ ഷാൽ നോട്ട് ബി പെയ്ഡ് കമ്മീഷൻ ടു എനി അണ്ടർറൈറ്റർ ഓൺ സെക്യൂരിറ്റീസ് വിച്ച് ആർ നോട്ട് ഓഫേർഡ് ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് എ കോപ്പി ഓഫ് ദി കോൺട്രാക്ട് or the payment of commission is delivered to the registrar at the time of delivery of prospectus or registration. So these are the details to be അതായത് shown or disclosed in the prospectus of the company. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് വേണം. അതായത് കമ്പനി അണ്ടർ റൈറ്റിംഗ് അഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കമ്മീഷൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പ്രോസ്പെക്ടസിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതുമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബ്രോക്കറേജ്. ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം നമുക്ക് നോക്കേണ്ടത് ആരാണ് ബ്രോക്കർ എന്നുള്ളത് നോക്കാം. അപ്പോൾ സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഹീസ് എ പേഴ്സൺ കണക്റ്റിംഗ് എ പർച്ചേസർ ആൻഡ് സെല്ലർ. അതായത് മിഡിൽ മാൻ ആയിട്ട് നിൽക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്രോക്കർ എന്ന് പറയാം. അതായത് ഇൻ ദ പ്രോസസ് ഓഫ് സബ്സ്ക്രൈബിങ് ഷെയർസ് ടു ദ പബ്ലിക് കമ്പനി അപ്പോയിൻറ്റ് ബ്രോക്കേഴ്സ്. അപ്പോൾ ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന റിവാർഡ് ഫോർ റിസ്ക്, റിവാർഡ് ഫോർ ദിയർ വർക്ക് ഇസ് നോൺ ആസ് brokerage.
മനസ്സിലായല്ലോ. അപ്പോൾ ഇറ്റ് ഈസ് ദ റിവാർഡ് പെയ്ഡ് ടു ദ മിഡിൽ മാൻ who brings about a bargain between the seller and a purchaser of shares or debentures. മനസ്സിലായല്ലോ. അപ്പോൾ ബ്രോക്കറേജ്, സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക, ഹീ ഈസ് ദ മിഡിൽ മാൻ ബിറ്റ്വീൻ ദ ബയർ ആൻഡ് സെല്ലർ ഓഫ് സ്റ്റോക്ക്. And this concept is the concept is that these people with greater knowledge of wider market can facilitate the best deals without individuals having to locate വൺ അനദർ പ്രൈവറ്റ്ലി. അതായത് സാധാ പബ്ലിക് ആവുന്ന സമയത്ത് അവർക്ക് അത്ര വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അവർക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് നല്ല ബന്ധമുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ദേ ഹാവ് ഗ്രേറ്റർ നോളജ് ഓഫ് ദിസ് വൈഡർ മാർക്കറ്റ്. ഓക്കെ, അങ്ങനെയാണ് ഈ പർച്ചേസറേയും സെല്ലറുടെയും ഒരു മിഡിൽ മാൻ ആയിട്ടാണ് ഈ സ്റ്റോക്ക് ബ്രോക്കർ നിൽക്കുന്നത്. അതായത് ഹീ ഈസ് എൻ ഇൻ്റർമീഡിയറി ഹു അറേഞ്ചസ് ടു ബൈ ആൻഡ് സെൽ സെക്യൂരിറ്റീസ് ഓൺ ബിഹാഫ് ഓഫ് ദി clients. Okay, according to SEBI regulation 1992, a stockbroker is a member of a stock exchange and requires to hold a certificate of registration from SEBI in order to buy, sell or deal in securities. സാധാ ബ്രോക്കർ അല്ല, സ്റ്റോക്ക് ബ്രോക്കർ ആണെങ്കിൽ അവർക്ക് ആരുടെ സർട്ടിഫിക്കറ്റ് വേണം ബ്രോക്കർ ആണെന്ന് പറഞ്ഞിട്ടുള്ള സെബിയിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ. ഇനി ബ്രോക്കറേജും അണ്ടർ റൈറ്റിങ്ങും കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസം നോക്കാം നമുക്ക്. അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അണ്ടർ റൈറ്റേഴ്സ് ആർ ലയബിൾ ഫോർ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ്. അതായത് ഷെയർസ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവുന്ന സമയത്താണ് ആരത് വരുന്നത്, അണ്ടർ റൈറ്റേഴ്സിൻ്റെ ലയബിലിറ്റി വരുന്നുള്ളൂ. മനസ്സിലായോ? കണ്ടീഷണൽ ആണെങ്കിൽ then but there is no such liability for brokers. അവർക്കിങ്ങനെ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്നുള്ള അങ്ങനത്തെ ഉള്ള ഒരു ലയബിലിറ്റി ഒന്നും വരുന്നില്ല. ദേ ആക്ട് ആസ് എൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ദി ബയർ ആൻഡ് സെല്ലർ. ഓക്കെ,